ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജാപ്പനീസ് ഐറ്റം ആയിട്ടുള്ള ചിക്കൻ തെരിയാക്കി എന്ന് പറഞ്ഞ ഡിഷാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ, മൈദ, ഓയിൽ, സോയാ സോസ്, ഷുഗർ, ഹണി, വിനെഗർ, ചില്ലി ഫ്ലേക്സ്, ഗാർലിക്, ജിഞ്ചർ, സ്പ്രിംഗ് ഒണിയൻ ആൻഡ് സീസെയിം. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ക്വാണ്ടിറ്റീസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, സോ എല്ലാവരും അത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺസ് ഒക്കെ റിമൂവ് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് ബോൺസ് ഉള്ള പീസസാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. വെറുതെ പൊരിക്കല്ല, മൈദയൊന്ന് തൂവി കൊടുത്തിട്ട് നമുക്ക് പൊരിക്കാം. ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ മൈദയൊന്ന് നന്നായിട്ട് തൂവി കൊടുക്കുക. 2 വശവും നന്നായിട്ട് തൂവി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയ രീതിയിലൊന്ന് മൊരിച്ചെടുക്കാം. മൈദ ഇരുവശവും നന്നായി തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോരോ പീസസ് ആയിട്ട് ഇട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു ഗോൾഡൻ യെല്ലോ കളറൊക്കെ ആവുന്ന ആ ഒരു പരുവം മതി. ബാക്കിയുള്ള മീറ്റിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചിക്കൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നൊരു മീറ്റാണ്. അധികം സമയം എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കിതൊരു ഗോൾഡൻ യെല്ലോ കളറൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് എടുക്കാം. മിക്ക വീടുകളിലും ചിക്കൻ കൊണ്ടുള്ള ഡിഷസ് എല്ലാം പെർമനൻ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ ഒരു ചിക്കൻ കറി, അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈ, അങ്ങനെ. പക്ഷേ എന്നാലും ഒരുപാട് പേര് ഒരുപാട് പുതിയ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ജസ്റ്റ് ഒരു 30 മിനിറ്റ്സ് മതി, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം ഒരുവിധം റെഡി ആയിട്ടുണ്ട്. എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സോസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു ലാറ്റിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു 1/2 കപ്പോളം സോയാ സോസാണ് ആവശ്യമുള്ളത്. 1/2 കപ്പ് സോയാ സോസ് ഒഴിക്കുക. നമുക്കിനി ഇതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂണോളം ഹണി ആഡ് ചെയ്ത് കൊടുക്കുക. ഹണിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് സിറപ്പും ആഡ് ചെയ്യാം. അത് സോസിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 4 വലിയ അല്ലി എടുത്തിട്ടുണ്ട്. അത് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് ഇഞ്ചി കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിവിടെ ഒരു തം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് നമുക്കത് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സോസിൻ്റെ പ്രിപ്പറേഷൻ ഒരുവിധം കഴിഞ്ഞു. നമുക്ക് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുഴുവൻ ചിക്കൻ പീസസും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലൊക്കെ ഉണ്ടായിരുന്ന എല്ലാം റിമൂവ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് കടക്കാം. നമ്മുടെ സോസും ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആയിട്ട് മിക്സ് ചെയ്യണം. പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സോസ്, നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന സോസ് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. സോസ് നന്നായിട്ട് ഇതാ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ആ സോസ് ഫുള്ളായിട്ട് ചിക്കൻ്റെ അകത്തോട്ട് അബ്സോർബ് ചെയ്ത് നന്നായിട്ടൊരു ഡ്രൈ ഫോമിൽ നമുക്ക് കിട്ടണം. ആ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഒരു 30 മിനിറ്റ്സ് തന്നെ വേണമെന്നില്ല, ഒരു 20 മിനിറ്റ്സ് തന്നെ ധാരാളമായിരിക്കും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡിഷ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കിയെടുക്കാം. അത്യാവശ്യം ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ സോസൊക്കെ ഫുള്ളായിട്ട് ചിക്കൻ്റെ അകത്ത് നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട്. ചിക്കൻ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഇതേ സോസിൽ ഫിഷ് ആഡ് ചെയ്യാം. ചിക്കന് പകരം വേണമെങ്കിൽ ഫിഷ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ വേറെ മീറ്റ് ഐറ്റംസൊക്കെ ആഡ് ചെയ്യാം. നല്ലൊരു ഡ്രൈ ഫോമിലായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം, ചപ്പാത്തി, റൈസ് അങ്ങനെ ഒരുപാട് ഡിഷസിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എള്ളും കൂടി ഒന്ന് മുകളിലൊന്ന് വിതറി കൊടുക്കാം. എല്ലാം ഞാനിപ്പോൾ ഇവിടെ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് സീസേം ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും, കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ തേരിയാക്കി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് എല്ലാവരും പറയാം. ഓക്കെ.